ഹലോ എവ്രിവൺ. വാഹനങ്ങൾ ഒത്തിരി ഇഷ്ടമുള്ള തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പ്രിയങ്കരനായ തമ്പുരാൻ ഹിസ് ഹൈനസ് പ്രിൻസ് ആദിത്യവർമ്മ അവർകളാണ്. അദ്ദേഹം എന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കടകംപള്ളി വാർഡ് കൗൺസിലർ മാഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ മുൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഓണർ പ്രവീൺ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി വി ആർ കിക്ക് സ്റ്റാർട്ടിംഗ് ദ സെറമണി. അപ്പോൾ എല്ലാവരും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കൈയടി തന്നുകൊണ്ട് തന്നെ വി ക്യാൻ ബിഗിൻ ദ സെലിബ്രേഷൻ, ദ ഗ്രാൻഡ് ലോഞ്ച് ഓഫ് ഫ്ലൈയിങ് ഈഗിൾ മോട്ടോർ സൈക്കിൾ ഹബ്. അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു, ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള റൈഡേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ റൈഡിങ് ആക്സസറീസ് നമുക്കിപ്പോൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം 8 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. ആ ഒരു ആഗ്രഹമാണ് ഇന്ന് 16th of July 2026 ഇവിടെ അദ്ദേഹം നിറവേറ്റുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി, ഏറെ ബഹുമാനത്തോടു കൂടി തിരുവിതാംകൂർ രാജകുടുംബത്തിലെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ തമ്പുരാൻ ഹിസ് ഹൈനസ് പ്രിൻസ് ആദിത്യവർമ്മ അവരെ സാദരം ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ഈ ഒരു സംരംഭം. അതിന് എല്ലാവിധ എൻ്റെ ആശംസകളും നൽകുന്നു. പ്രത്യേകിച്ച് ഇതിലെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഐ വിഷ് യു എ സേഫ് ആൻഡ് ഹെൽത്തി റൈഡ്. ശരിക്കും നമുക്ക് സൂപ്പർ ബൈക്സ് ഉണ്ട്, ഇനി അടുത്ത് നമുക്ക് സൂപ്പർ റോഡ്സും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടികളൊക്കെ വളരെ എന്താണ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഓടിക്കാം. ഞാൻ കഴിഞ്ഞ മാസം ഒരു ഓഫ് റോഡ് യാത്ര പോയിരുന്നു. ലിപ്പു ലേപ്പാസ് എന്ന് പറഞ്ഞ സ്ഥലം, അത് ഇന്ത്യ, ടിബറ്റ്, നേപ്പാൾ ചേരുന്ന 3 രാജ്യങ്ങൾ ചേരുന്ന സ്ഥലമാണ്. അത് 14,500 feet ഹൈ ആണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ കണ്ടത് ജീപ്സിനെക്കാട്ടി കൂടുതൽ ബൈക്സ് ആയിരുന്നു, സൂപ്പർ ബൈക്സ് ആയിരുന്നു. കോൺവോയ് ആയിട്ട് തന്നെ 10ഉം 20ഉം ബാച്ചസ് ആയിട്ട് ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നു ആ ടെറൈനിലൊക്കെ ഏറ്റവും സേഫായിട്ട് പോകാൻ പറ്റുന്ന ബൈക്സാണ്. ഒരു ബൈക്ക് പോലും വഴിയിൽ നിന്ന് ആൾക്കാർ തള്ളുന്നത് കണ്ടില്ല. നേരെ മറിച്ച് ജീപ്പൊക്കെ വഴിയിൽ പോയി നിൽക്കുന്നതും ആൾക്കാർ തള്ളുന്നതൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടു. ആദ്യത്തിന് ഞാൻ പോയ വണ്ടി തള്ളേണ്ടി വന്നില്ല. ചെടിയാണെങ്കിലും ഒരു അത്യാവശ്യം കയറി പോവുകയുണ്ടായത്. പിന്നെ ഞാൻ ഈ ബൈക്കൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, എനിക്ക് അതിനുള്ള ശക്തിയില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു ബൈക്ക് വാങ്ങിച്ചിട്ട് ഓടിച്ച് നോക്കാറുണ്ട്. നമുക്ക് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ റോഡുകളും അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് സിഗ്നലുകളും എത്രയും വേഗം തന്നെ ശരിയാക്കണം. ഇപ്പോൾ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ മാസമല്ല, ഒരു ഏപ്രിൽ മെയ്യിൽ നമ്മൾ ട്രാഫിക് അവയർനെസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കവടിയാറിൽ സ്റ്റാർട്ട് ചെയ്തത് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ഒരു തമാശ രൂപത്തിലാണ് പറഞ്ഞത്, സാർ ഇവിടെ ആരും ട്രാഫിക് ജമ്പിങ്ങും ട്രാഫിക് വയലേഷനും ഇല്ല. അദ്ദേഹത്തിന് സന്തോഷമായി. അതെന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്ന മുമ്പേ ഞാൻ പറഞ്ഞു, സാർ ഈ ട്രാഫിക് ജമ്പിങ് ട്രാഫിക് വയലേഷൻ ഇല്ലാത്ത കാരണം നമ്മുടെ കവടിയാറുള്ള സിഗ്നൽ ഒടിഞ്ഞു വീണിട്ട് 1.5 വർഷമായി, അത് ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എത്രയും ജനങ്ങൾക്ക് സേഫ്റ്റി ഏറ്റവും അത്യാവശ്യമുണ്ട്. ഇപ്പം നമ്മൾ റോഡിലാകുമ്പോൾ ട്രാഫിക് ലൈറ്റ്സ് ആണ്, പിന്നെ റോഡിലെ കുഴികൾ, ഇതെല്ലാം നമ്മൾക്ക് ഇപ്പോൾ പുതിയ ഭരണസമിതിയും ഭരണകൂടങ്ങളും എത്രയും വേഗം മുൻകൈയെടുത്ത് ശരിയാക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും സൂക്ഷിച്ച് വണ്ടികളൊക്കെ ഓടിക്കുക. നല്ല ഒരുപാട് ഡെസ്റ്റിനേഷൻസിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ലേ ലഡാക്കിലൊക്കെ മിക്കവാറും ആൾക്കാർ ബൈക്കിൽ തന്നെയാണ് പോകുന്നത്. എല്ലാം വളരെ സേഫ് വെഹിക്കിൾസും കൂടെയാണ്. സോ ഐ വിഷ് യു ആൾ ഗുഡ് ലക്ക്. എന്നെ വിളിച്ചെല്ലാം ഇവിടെ വരാൻ കഴിഞ്ഞാലും നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞാലും ഈ ചാനലിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞാലും വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. മേയർ എത്തിച്ചേരും. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആദിത്യവർമ്മ തമ്പുരാൻ, അതുപോലെ പ്രവീൺജി ചേട്ടൻ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാ രീതിയിലും നല്ലൊരു വികസനം നടക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ബൈപ്പാസിൽ ഒരു മാരുതിയുടെ ഷോറൂം, അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. അതും കേരളത്തിലെ ആദ്യ ഷോറൂമായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു ഷോറൂമും. കാരണം നമുക്കറിയാമല്ലോ, നിരവധിയായിട്ടുള്ള യുവാക്കൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമ്പനികളുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ആ തലമുറകൾക്ക് അല്ലെങ്കിൽ ആ പഠിച്ചിറങ്ങിയ യുവതികൾക്കൊക്കെ നിരവധിയായിട്ടുള്ള ജോലികൾ കിട്ടാനുള്ള ഒരു അവസരം കൂടി
അപ്പോൾ ഇന്നത്തെ ചടങ്ങിന്റെ ഉദ്ഘാടകൻ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ തിരുവനന്തപുരം മേയർ ശ്രീ അഡ്വക്കേറ്റ് BV രാജേഷ് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹം ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി എന്ന് പറയുന്നത് ആദിത്യവർമ്മ തമ്പുരാനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചു. അദ്ദേഹം ഇവിടെ മേയർ വരുന്ന സമയം വൈകുന്നത് കൊണ്ട് 2 വാക്കുകളുടെ പറയുകയുണ്ടായി. എങ്കിൽ പോലും അദ്ദേഹം കവടിയാർ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നും ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവീൺ നേതൃത്വം നൽകിയ സദേൺ പ്രദേശ് റൈഡേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി ബൈക്ക് റാലികൾ ഇനാഗുറേറ്റ് ചെയ്ത വ്യക്തി കൂടിയാണ് നമ്മുടെ ആദിത്യവർമ്മ. അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയുമായും ഒട്ടേറെ ബന്ധമുണ്ട്. കവടിയാർ പാർക്ക് ഞാൻ ഇന്നും വളരെയേറെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. 2005-2010 കാലഘട്ടത്തിൽ ഞാനൊക്കെ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്രാടം തിരുനാളാണ് കവടിയാർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ നഗരത്തിലെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിനോടും നഗരസഭയോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ ക്ലബിന്റെ ഒരു രക്ഷാധികാരി എന്നതിനേക്കാൾ ഉപരി എല്ലാ സംരംഭത്തിലും എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന പല സന്ദർഭങ്ങളിലും വളരെ വിലയേറിയ ബൈക്കുകൾ പുറത്തിറക്കി സദേൺ പ്രദേശ് റൈഡേഴ്സ് ക്ലബിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ബൈക്കുകൾ പുറത്തിറക്കുമ്പോൾ അത് വന്ന് താക്കോൽ വാങ്ങിക്കൊടുക്കുകയും അത് ഇനാഗുറേറ്റ് ചെയ്യുകയും നമ്മളോടൊപ്പം എല്ലാ സംരംഭത്തിനും നേതൃത്വം നൽകുന്ന പ്രിയങ്കനായ ആദിത്യവർമ്മ തമ്പുരാനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. പിന്നെ നമ്മുടെ വാർഡിന്റെ കൗൺസിലർ അസമയത്ത് പോലും ഒരു വിഷയമുണ്ടായാൽ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും മേയറോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനിയായ ഈ വാർഡിന്റെ കൗൺസിലർ ജയ രാജീവിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളു. മറ്റ് സുഹൃത്തുക്കൾ സദേൺ റൈഡേഴ്സ് ക്ലബിന്റെ നമ്മുടെ പ്രവീൺ, ഇപ്പൊ നിങ്ങളുടെ എല്ലാം പ്രവീണിന്റെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, ക്ലബിന്റെ ഭാരവാഹികൾ പ്രവീണിന്റെ നേതൃത്വത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല രീതിയിൽ ഈ സംരംഭം തുടങ്ങുമ്പോൾ ഈ മേഖലയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ലൈഫ് പ്രൊട്ടക്ഷൻ ജാക്കറ്റ്സ് ഉൾപ്പെടെ ലൈഫ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ് ഉൾപ്പെടെ ടൂറിസം ഡെവലപ്മെന്റ്സിന് വേണ്ടി ടൂറിസ്റ്റുകൾക്ക് കേരളത്തിൽ വന്നാൽ ഇവിടെ സഞ്ചരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകുന്ന ബഹുമാനായ പ്രവീണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായുള്ള അഡ്വക്കേറ്റ് സതീഷ് കുമാർ സാറിന് നമുക്ക് ഒരു ബൊക്കെ നൽകാൻ ആഗ്രഹിക്കുകയാണ്. As a token of love and appreciation, thank you so much, sir. ആരാധനായ തിരുവനന്തപുരം മേയറുമായ അഡ്വക്കേറ്റ് BV രാജേഷ് അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സർ. കേരളത്തിന് വളരാൻ വേണ്ടി സാധ്യതയുള്ള 2 മേഖലകളിൽ ഒന്ന് ടൂറിസമാണ്, ഒന്ന് IT. ഉന്നതമായ അനുഗ്രഹം കൊണ്ട് ടൂറിസം കേരള പിറവിയോടൊപ്പം തന്നെ രൂപം കൊണ്ടതാണ് ടൂറിസത്തിൻ്റെ സാധ്യത. വ്യാവസായിക ലോകത്ത് പുതിയ സാധ്യതകൾ വന്നപ്പോഴേക്കും IT മേഖലയിലും കേരളത്തിന് വലിയ സാധ്യതകളുണ്ട്. കാരണം ഒന്ന്, നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ, വിദ്യാഭ്യാസ നിലവാരത്തിൽ പാരമ്പര്യമായിട്ട് തന്നെ പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു മുന്നേറ്റം, നമ്മൾ നടത്തുന്ന മുന്നേറ്റം. പിന്നെ IT മേഖലയ്ക്കാവുമ്പോൾ മറ്റുള്ള വ്യവസായങ്ങളുടെ അത്രത്തോളം സ്ഥലം വേണ്ട എന്നുള്ള കേരളത്തിൻ്റെ ഒരു സാഹചര്യം, ഭൂമിശാസ്ത്രപരമായ സാഹചര്യം, ഇതൊക്കെ വെച്ചിട്ട് IT ടൂറിസം വളരെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന, നമുക്ക് സാധ്യതയുള്ള 2 മേഖലകളാണ്. അതിൽ ടൂറിസം മേഖലയിൽ പുതിയൊരു ചുവടുവയ്പ്പാണ് ഇവിടെ നടത്തുന്നത്. അവിടെ പ്രവീൺ പറഞ്ഞത്, ഞാനിത് കേരളത്തിൽ ആദ്യം തെക്കേ ഇന്ത്യയിൽ തന്നെ ആദ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാലും പുതിയ മേഖലകൾ തേടുമ്പോൾ നമ്മൾ ചെറിയൊരു റിസ്ക് എടുക്കേണ്ടി വരും. ആ റിസ്ക് എടുക്കാൻ വേണ്ടി മനസ്സനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മേഖലകൾ തേടുന്നത് തന്നെ ഏറ്റവും ഗുണമായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ എല്ലാവരും മുൻപത്തെ പോലെ എൻജോയ്മെൻറ്റിനോ ഒന്നും ഒരുപാട് സമയം ചിലവഴിക്കാനായിട്ട് പലർക്കും കുറവായിരിക്കും. കിട്ടുന്ന സമയം അതിനുവേണ്ടി മാറ്റി വയ്ക്കുക. മാത്രമല്ല, നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. ആകെ രാജ്യത്തിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ സ്പെൻഡിങ് കപ്പാസിറ്റി ഇപ്പോൾ 20, 30, 40 വർഷം മുമ്പുള്ള സ്പെൻഡിങ് കപ്പാസിറ്റി അല്ല, അത് ടോട്ടൽ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് ചെയ്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ സ്വപ്നം 2047 നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവുമെന്നാണ്. ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആവുന്നത് മണി സർക്കുലേഷൻ നടക്കണം. അപ്പം ജനങ്ങൾ പണം വരണം, പണം വന്ന് ബാങ്കിലോ അല്ലെങ്കിൽ ഷെൽഫിലോ വെച്ചിരുന്നാൽ പോരാ, പണം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ലോകം വളരുന്നതനുസരിച്ചിട്ട് കാലാനുസൃതമായിട്ട് പുതിയ
സാധ്യതകളും സാഹചര്യങ്ങളും ആ ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത്. അപ്പോൾ IT വളർന്നപ്പോൾ നമ്മളൊക്കെ സന്തോഷിച്ചു. കാരണം നമ്മുടെ വിരൽത്തുമ്പത്ത് ലോകത്തെ എല്ലാ കാര്യങ്ങളും വരുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്തോഷത്തോടൊപ്പം തന്നെ അപകടകരമായ കാര്യങ്ങളും IT-യോടൊപ്പം ഒരുപക്ഷെ ഇപ്പം ആ മേഖലയേക്കാൾ കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങൾ വളർന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, പ്രപഞ്ചത്തിലൊരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ പുറത്തൊരു ശതമാനം നെഗറ്റീവ്സ് ഉണ്ട്. നമസ്കാരം. പലർക്കും എന്നെ അറിയാം. ഔപചാരികമായി പ്രസംഗിക്കാനൊന്നും വലിയ അറിവില്ല. എന്നാലും ഒരു 8 വർഷം മുന്നേ എനിക്ക് തോന്നിയ ഒരു തോന്നൽ, എൻ്റെ ഒരു കൂട്ടായ്മ SBRC എന്ന് പറയുന്നു. ഞങ്ങൾ ഒരുപാട് റൈഡുകൾ പോകുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് പരിഹരിക്കാനും ഇവിടെ നിന്ന് വേറെ സ്റ്റേറ്റുകളിൽ പോയിട്ട് ഞങ്ങൾ റൈഡിംഗ് ഗേറ്റ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുമായിരുന്നു. ഈ ഒരു തിരക്കിനിടയിൽ ഇവിടെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ബഹുമാനപ്പെട്ട മേയർ ശ്രീ VV രാജേഷ് അവർക്ക് വളരെ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഡിസൈനേഴ്സ് നമ്മുടെ എല്ലാമായ ആദിത്യവർമ്മ തമ്പുരാൻ, അദ്ദേഹമായിട്ട് എനിക്ക് മുൻപ് പരിചയമുണ്ട്. ഒരു മുൻപരിചയം, അദ്ദേഹത്തിന് മറക്കാനാവാത്തൊരു അനുഭവം ഞാനുമായി ബന്ധപ്പെട്ടുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ ഒരു ബൈക്ക് വാങ്ങിയതിന് അദ്ദേഹമാണ് ആദ്യം ഒരു കീ ഹാൻഡ് ഓവർ ചെയ്തത്. അതിൻ്റെ പോയി അദ്ദേഹം ഒരുപാട് കഴിവുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട്. അതുപോലെ വാർഡ് കൗൺസിലർ രാജീവ് അവർക്ക് എല്ലാ സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട്. 2 ദിവസം മുന്നേ തന്നെ ഇവിടെ ഒരു രാത്രി ഒരു പ്രശ്നം വന്നായിരുന്നു നമ്മുടെ ഈ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട്. ആ രാത്രി നമുക്ക് വേണ്ടി ഇവിടെ വരികയും അത് ഉടനെ തന്നെ പരിഹരിച്ച് തരികയും ചെയ്തു. തന്നെയുണ്ട്. പിന്നെ നമ്മുടെ സതീഷ് സാർ എൻ്റെ ഒരു സഹോദരനാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ക്ലബിൻ്റെ ആയാലും ഞങ്ങളുടെ റൈഡേഴ്സിൻ്റെ ആയാലും ഏത് കാര്യത്തിലും നമുക്ക് മുൻപന്തിയിൽ നിന്ന് സപ്പോർട്ട് തന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദി പറയുന്നു. നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു. റൈഡേഴ്സ് എല്ലാവർക്കും സ്വന്തമാവുകയാണ്. തിരുവല്ലിക്കനായി ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. The founder and one of the best riders, the founder of Eagle Motorcycle Club, Mr. Praveen sir. 3 പേർക്ക് ധനസഹായം നൽകാൻ ആഗ്രഹിക്കുകയാണ്. ധനസഹായം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ടവരുടെ പേര് ഞാനിവിടെ അനൗൺസ് ചെയ്യാം. അനൗൺസ്മെന്റ് ചെയ്തവർക്ക് തന്നെ നിങ്ങൾ ഷോറൂമിന്റെ ഉള്ളിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. പാറ്റൂരിൽ നിന്ന് എത്തിയിട്ടുള്ള സുമചേച്ചി എത്തിയിട്ടുണ്ട്. ഇനി 2 പേരും കൂടിയാണ് വരാനുള്ളത്. അഞ്ജു ആൻഡ് സുനിത. അഭിരാമാണ്. അഭിരാമിന്റെ ദുക്കാട്ടിയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ വണ്ടി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പങ്കെടുത്ത് വരാനുള്ളതാണ്. ടു ബി എ പാർട്ട് ഓഫ് ദ മീറ്റിംഗ്. Congratulations, Abhiram. ഇല്ലേ സ്വന്തം കാട്ടി വാട്ട് മോർ ടു ഗെറ്റ്. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഏറ്റവും നല്ലൊരു ഗൈഡ്. കാരണം നമ്മുടെ ഇന്നത്തെ ആഘോഷങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും താങ്ക് യു.
you so much and congratulations. Okay. Okay. Bye.